ചോദിക്കാൻ പറ്റില്ല. പിന്നെ പുകമറ, ബിജെപിയും UDF-ഉം കൂടി ഗവൺമെന്റിനെ അപകീർത്തിപ്പെടുത്താൻ പോകുന്നു. ഇതൊക്കെയെല്ലാം ക്ലീഷേ വന്ന വാചകങ്ങളാണ്. ഈ വാചകങ്ങളല്ലാതെ ഞങ്ങൾ ഉന്നയിച്ച ചോദ്യങ്ങളുണ്ട്. 7 ചോദ്യങ്ങൾ ഞങ്ങൾ മുഖ്യമന്ത്രിയോട് ചോദിച്ചു. ഒരു ചോദ്യത്തിന് പോലും ഒരു ഉത്തരം പറയാൻ പോലും ബഹുമാന്യനായ മുഖ്യമന്ത്രി തയ്യാറായിട്ടില്ല. മുഖ്യമന്ത്രിയാണ് ആരോപണ വിധേയൻ. ആരോപണ വിധേയരായ ആളുകൾ സ്ഥിരം പറയുന്ന പരിപാടി പുകമറ. ഞങ്ങൾ പുകമറ ഉണ്ടാക്കിയിരുന്ന പുകമറ മാറ്റേണ്ട ജോലി മുഖ്യമന്ത്രിയുടെ അല്ലേ? അദ്ദേഹത്തിന്റെ നിരപരാധിയാണെങ്കിൽ നിരപരാധിത്വം തെളിയിക്കേണ്ട മുഖ്യമന്ത്രിയല്ലേ? അതല്ലാതെ ഈ സ്ഥിരം വാക്കുകൾ പറഞ്ഞിട്ടല്ല. ആരാണ് ഇത് വിശ്വസിക്കുന്നത്? കൃത്യമായ തെളിവുകളുടെ പിൻബലത്തോടുകൂടി, കൃത്യമായ രേഖകളുടെ പിൻബലത്തോടുകൂടി കേരളത്തിന്റെ ചരിത്രത്തിൽ ഉന്നയിക്കപ്പെട്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണമാണ്. എല്ലാ രേഖകളുടെ പിൻബലത്തിലാണ്. എല്ലാ നിയമവും ലംഘിച്ച് സ്വന്തക്കാർക്ക്, ബന്ധുക്കൾക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന 100 കോടി രൂപയുടെ ലാഭം ഇതിൽ ബന്ധപ്പെട്ട കമ്പനികൾക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന ഇടപാടാണ് നടന്നിരിക്കുന്നത്. കൃത്യമായ തെളിവുകൾ സഹിതം പറഞ്ഞിട്ട് അതിന് മറുപടി പറയാതെ പുകമറയാണ് എന്ന് പറയുന്നത് അത് തന്നെ ഒരു പുകമറയാണ്. മറുപടി ഇല്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ ഈ പഴയ വിജയനായാലും ഞങ്ങൾക്ക് കുഴപ്പമില്ല, പുതിയ വിജയനായാലും കുഴപ്പമില്ല. മറുപടി പറയണം. മറുപടി പറയാൻ കുഴപ്പമില്ല, മറുപടി പറഞ്ഞാൽ മതിയാവും. മറുപടി പറയാതെ ഒളിച്ചോട്ടല്ലേ ഇത്? ഒളിച്ചോട്ടല്ലേ? കഴിഞ്ഞ 2-3 ആഴ്ചക്കാലമായി നിരന്തരമായി കൃത്യമായ തെളിവുകൾ പിന്നീട് സമ്മതിച്ചല്ലോ. ഗവൺമെന്റ് തന്നെ പിന്നീട് വെബ്സൈറ്റിൽ കൊണ്ടുപോയിട്ട് ഞങ്ങൾ കൊണ്ടുവന്ന തെളിവുകൾ അവരാദ്യം നീക്കം ചെയ്തതാണ്. ഗവൺമെന്റിന്റെ വെബ്സൈറ്റിൽ നിന്നും രേഖകളിൽ നിന്നും നീക്കം ചെയ്ത കാര്യങ്ങൾ ഞങ്ങൾ പുറത്തു കൊണ്ടുവന്നപ്പോൾ കുറേ രേഖകൾ ഇപ്പം അതിൽ കിട്ടും. അല്ലാത്ത രേഖകൾ ഞങ്ങൾ പുറത്തു കൊണ്ടുവന്നു. ഇന്നലെയൊക്കെ ഞങ്ങൾ പറഞ്ഞ രേഖ എന്ന് പറയുന്നത് 100 കോടി രൂപയുടെ അഴിമതി കൃത്യമായി ഇതിനകത്ത് നടക്കുന്നു എന്ന് വ്യക്തമാകുന്ന കാര്യങ്ങളാണ്. എല്ലാം പറഞ്ഞിട്ടും മറുപടിയില്ല. അല്ല, അതെല്ലാം ഗൗരവതരമായി അന്വേഷിക്കപ്പെടേണ്ട കാര്യം തന്നെയാണ്. ഒരു സംശയവും വേണ്ട. നമുക്ക് ഓരോ സംഭവങ്ങൾ ഉണ്ടാകുമ്പോഴല്ലേ അതിന്റെ പുറകിലുള്ള കാര്യങ്ങൾ മനസ്സിലാവുകയുള്ളൂ. പൊതുമേഖലാ സ്ഥാപനങ്ങൾ നന്നായി നടന്നു പോകണം. പക്ഷേ പൊതുമേഖലാ സ്ഥാപനങ്ങളെ മുന്നിൽ നിർത്തി സ്വകാര്യ കമ്പനികൾ കൊള്ള നടത്തുന്നത് ശരിയല്ല. അവർ കുറേ നല്ല കാര്യങ്ങളൊക്കെ ചെയ്തു കാണും. പൊതുമേഖലാ സ്ഥാപനങ്ങൾ നല്ല കാര്യങ്ങൾ, ഞാൻ കെൽട്രോണിന്റെ ഒന്നും അവരുടെ കഴിവിനെ കുറിച്ചോ ആ സ്ഥാപനത്തെക്കുറിച്ചോ ഒന്നും ചോദ്യം ചെയ്തു. പക്ഷെ ഈ കേസ് ഇതിന്റെ എസ്റ്റിമേറ്റ് ഫിക്സ് ചെയ്ത് അന്ന് മുതൽ അഴിമതിയാണ്. പറഞ്ഞല്ലോ, 40 കോടി രൂപയിൽ തീരേണ്ട ഒരു പ്രോജക്റ്റാണ് 151 കോടി രൂപയ്ക്ക് ടെൻഡർ ചെയ്ത്. ഇനിയുണ്ട് 66 കോടി രൂപ വേറെ. അത് പിന്നെ തുടങ്ങാതിരിക്കുന്നേ ഉള്ളു. വീണ്ടും മെയിൻ്റനൻസ് ഒക്കെ ഈ കമ്പനികൾക്ക് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടും വീണ്ടും മെയിൻ്റനൻസ് എന്നെല്ലാം പറഞ്ഞിട്ട് വരുന്നുണ്ട്. അപ്പോൾ 40 കോടിക്ക് തീരേണ്ട ഒരു പദ്ധതി 40 കോടി താഴെ 151 കോടി രൂപയ്ക്ക് ടെൻഡർ ചെയ്ത് കൊടുത്തു. അത് ഒരു ക്വാളിഫൈഡ് അല്ലാത്ത ഒരു ഗുജറാത്ത് കമ്പനിയെ ഡിസ്ക്വാളിഫൈ ചെയ്തെന്ന് പറഞ്ഞു. എന്ത് കാരണത്തിന്റെ പേരിലാണെന്ന് എനിക്കറിയില്ല. ഈ 3 കമ്പനികളെയും ഡിസ്ക്വാളിഫൈ ചെയ്യണം. ടെൻഡർ പ്രൊവിഷൻസ് അനുസരിച്ച് ഈ 3 കമ്പനികളും നിലനിൽക്കില്ല. ഈ ടെൻഡറിൽ പങ്കെടുത്ത 3 കമ്പനികൾക്ക് യാതൊരു കാര്യമില്ല.